നമസ്കാരം, നവരസ മീഡിയയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ആദർശ് മൈത്രി ദാനശീലൻ. നമ്മളോട് ആരെങ്കിലും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടാൻ കാരണം ആരാണ് എന്ന് ചോദിച്ചാൽ നമ്മുടെ ഉത്തരം എന്തായിരിക്കും? ഗാന്ധിജി കാരണമാണ്, അഹിംസ കാരണമാണ്, ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് കാരണമാണ് എന്നൊക്കെ ആയിരിക്കും. എന്നാൽ അതാണോ സത്യം? 1956 അന്നത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായ ക്ലെമന്റ് ആറ്റ്ലി ഇന്ത്യ സന്ദർശനത്തിനെത്തിയപ്പോൾ മുൻ കൊൽക്കത്ത ഹൈക്കോടതി ചീഫ് ജസ്റ്റിസും അന്നത്തെ ബംഗാൾ ഗവർണറുമായ PB ചക്രവർത്തിയെ കണ്ടുമുട്ടി. അദ്ദേഹം ക്ലെമന്റ് ആറ്റ്ലിയോട് ചോദിച്ചു, 1947 മുമ്പ് തന്നെ ഗാന്ധിജിയുടെ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് ഏതാണ്ട് ഇല്ലാതായി. പ്രതികൂലമായ മറ്റു സാഹചര്യങ്ങളൊന്നും ഇല്ലാതിരുന്നിട്ടും എന്തുകൊണ്ടാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടുപോയത്? അതിന് ക്ലെമന്റ് ആറ്റ്ലി നൽകിയ ഉത്തരം നമ്മളെല്ലാം ഏറെ ഞെട്ടിക്കുന്നതാണ്, ഏറെ അമ്പരപ്പിക്കുന്നതാണ്. ഒന്നാമത്തെ കാരണം നേതാജി സുഭാഷ് ചന്ദ്രബോസും അദ്ദേഹത്തിന്റെ ഇന്ത്യൻ നാഷണൽ ആർമി അഥവാ ആസാദ് ഹിന്ദ് ഫൗജുമാണ്. രണ്ടാമത്തെ കാരണം 1946 നടന്ന റോയൽ നേവൽ മ്യൂട്ടണി എന്ന പ്രക്ഷോഭമാണ്. ഗാന്ധിജിയെക്കുറിച്ചും അദ്ദേഹത്തിന്റെ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിന്റെ സ്വാധീനത്തെക്കുറിച്ചും ചോദിച്ചപ്പോൾ അസ്വാഭാവികമായ ഒരു ചിരിയോടെ ക്ലെമന്റ് ആറ്റ്ലി നൽകിയ മറുപടി വളരെ ചെറുത് എന്നായിരുന്നു. ഗാന്ധിജിയെക്കുറിച്ചും അദ്ദേഹത്തിന്റെ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിനെ കുറിച്ചും വാതോരാതെ എഴുതിയിരിക്കുന്ന നമ്മുടെ ചരിത്ര പാഠപുസ്തകങ്ങളിൽ എന്തുകൊണ്ടാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് കാരണമായ ഈ രണ്ട് സംഭവങ്ങളെക്കുറിച്ചും ഒരു വരി പോലും പ്രതിപാദിക്കാത്തത്? 1946 നടന്ന റോയൽ നേവൽ മ്യൂട്ടണിയെ കുറിച്ച് പറയുന്നതിന് മുമ്പ് നമുക്ക് നേതാജി സുഭാഷ് ചന്ദ്രബോസിനെ കുറിച്ചും അദ്ദേഹത്തിന്റെ ഇന്ത്യൻ നാഷണൽ ആർമി അഥവാ ആസാദ് ഹിന്ദ് ഫൗജിനെ കുറിച്ചും പറയേണ്ടതുണ്ട്. 1897 ഇന്ത്യയിലെ ഒരു സമ്പന്ന കുടുംബത്തിൽ ജനിച്ച നേതാജി സുഭാഷ് ചന്ദ്രബോസ് തന്റെ മാതൃരാജ്യം, തന്റെ മാതൃഭൂമി നേരിടുന്ന ചൂഷണങ്ങളും തന്റെ ജനങ്ങൾ അനുഭവിക്കുന്ന കഷ്ടതകളും നേരിട്ടറിഞ്ഞാണ് എല്ലാം ഇട്ടെറിഞ്ഞ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമാകാൻ കോൺഗ്രസിൽ ചേരുന്നത്. അദ്ദേഹത്തിന്റെ വ്യക്തിപ്രഭാവം കൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് അദ്ദേഹം കോൺഗ്രസിന്റെ തലപ്പത്തെത്തി. 1939 കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അദ്ദേഹം രണ്ടാം വട്ടവും മത്സരിച്ചു. ഇത്തവണ ഗാന്ധിജി നേരിട്ട് പിന്തുണച്ച പട്ടാഭി സിദ്ധാരാമയ്യക്കെതിരെയാണ് അദ്ദേഹം വിജയിച്ചത്. എന്നാൽ ഗാന്ധിജിക്ക് നേതാജി പ്രസിഡന്റ് ആവുന്നതിനോട് വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു. ഗാന്ധിജിയുടെയും മറ്റ് നേതാക്കളുടെയും എതിർപ്പുകളെ തുടർന്ന് അദ്ദേഹം കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു. നമുക്കറിയാം, ഗാന്ധിജിയുടെയും നേതാജിയുടെയും ആശയങ്ങൾ വ്യത്യസ്തമായിരുന്നു. 1940 വരെ ഗാന്ധിജി പൂർണ്ണ സ്വരാജിനു വേണ്ടി വാദിച്ചിരുന്നില്ല. അദ്ദേഹം വാദിച്ചിരുന്നത് ബ്രിട്ടീഷുകാർ ഇന്ത്യക്കാർക്ക് സ്വാതന്ത്ര്യം നൽകണം, അവകാശങ്ങൾ നൽകണം, അഹിംസയിലൂടെ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടണം എന്നൊക്കെ ആയിരുന്നു. എന്നാൽ മറുഭാഗത്ത് നേതാജി വിശ്വസിച്ചിരുന്നത് സ്വാതന്ത്ര്യം ആരുടെയും ഭിക്ഷയല്ല, അത് നമ്മുടെ അവകാശമാണ്, നമ്മൾ പിടിച്ചു വാങ്ങേണ്ടതാണ് എന്നൊക്കെ ആയിരുന്നു. കോൺഗ്രസിൽ നിന്ന് പുറത്തുപോയ അദ്ദേഹം ഇന്ത്യ സ്വതന്ത്രമാക്കാൻ മറ്റു വഴികൾ ആലോചിച്ചു. ആ സമയത്താണ് രണ്ടാം ലോക മഹായുദ്ധം ആരംഭിക്കുന്നത്. ഹിറ്റ്ലറിന്റെ ജർമ്മനിയും ജപ്പാനും ബ്രിട്ടീഷ് വിരുദ്ധ ചേരിയിലായിരുന്നു. ആ സമയത്താണ് നേതാജിക്ക് മനസ്സിലാവുന്നത് ഇന്ത്യയിൽ ബ്രിട്ടീഷ് തങ്ങളുടെ ആധിപത്യം, തങ്ങളുടെ ഭരണം നിലനിർത്തിയിരുന്നത് സൈന്യത്തെ ഉപയോഗിച്ചുകൊണ്ടായിരുന്നു. ഈ സൈന്യത്തിൽ, അതായത് ആർമിയിൽ, ഓഫീസർ റാങ്ക് ഒഴിച്ചുള്ള സാധാരണ പട്ടാളക്കാരിൽ ഭൂരിഭാഗം പേരും ഇന്ത്യക്കാരായിരുന്നു. കണക്കുകൾ പ്രകാരം ഏകദേശം 25 ലക്ഷത്തോളം ഇന്ത്യൻ പട്ടാളക്കാരായിരുന്നു അന്നത്തെ ബ്രിട്ടീഷ് ഇന്ത്യൻ ആർമിയിൽ ഉണ്ടായിരുന്നത്. ഇവരെ ബ്രിട്ടനെതിരെ തിരിച്ചുവിടാൻ പറ്റിയാൽ, ബ്രിട്ടനെതിരെ ഒരു വികാരം ഉണ്ടാക്കാൻ പറ്റിയാൽ, ബ്രിട്ടന് വേറെ വഴിയില്ലാതെ ഇന്ത്യ വിട്ടു പോകേണ്ടി വരുമെന്ന് നേതാജിക്ക് മനസ്സിലായി. അദ്ദേഹത്തിന്റെ പിന്നീടുള്ള ശ്രമങ്ങളെല്ലാം അതിനുവേണ്ടിയുള്ളതായി. 1941 വേഷം മാറി ഇന്ത്യ വിട്ട് അദ്ദേഹം റഷ്യയിലെത്തി. റഷ്യ എന്ന ബ്രിട്ടന്റെ എതിർചേരിയിലായിരുന്നു. ഇന്ത്യയെ സ്വതന്ത്രമാക്കാനായിട്ട് റഷ്യയുടെ സഹായം അദ്ദേഹം അഭ്യർത്ഥിച്ചു. എന്നാൽ റഷ്യ സഹായിക്കാതെ വന്നപ്പോൾ അദ്ദേഹം നേരെ ചെന്നത് ജർമ്മനിയിലേക്കായിരുന്നു. അവിടെ വെച്ചാണ് അദ്ദേഹം അഡോൾഫ് ഹിറ്റ്ലറെ നേരിട്ട് കാണുന്നത്. എന്നാൽ ഹിറ്റ്ലർ തന്നെ സഹായിക്കാൻ പറ്റിയ അവസ്ഥയിലല്ലെന്ന് മനസ്സിലാക്കിയ അദ്ദേഹം അവിടെ നിന്ന് നേരെ പോകുന്നത് ജപ്പാനിലേക്കാണ്. ജപ്പാന്റെ അന്നത്തെ അവസ്ഥ എന്ന് പറയുന്നത് ജപ്പാന് ഏത് വിധേനയും ബ്രിട്ടനെ കീഴടക്കണം, ബ്രിട്ടനെ തോൽപ്പിക്കണം എന്ന ചിന്തയിലായിരുന്നു. അതുകൊണ്ട് തന്നെ നേതാജിയെ സഹായിക്കാനായിട്ട് ജപ്പാൻ മുന്നോട്ട് വന്നു. ജപ്പാന്റെ സഹായത്തോടുകൂടി രൂപീകൃതമായ ആസാദ് ഹിന്ദ് ഫൗജിന്റെ, ഇന്ത്യൻ നാഷണൽ ആർമിയുടെ നേതൃസ്ഥാനത്തേക്ക് നേതാജി എത്തി. നേതാജി അതിന്റെ നേതൃസ്ഥാനം ഏറ്റെടുത്തതോടുകൂടി മനോവീര്യം നഷ്ടപ്പെട്ട, ദേശസ്നേഹം നഷ്ടപ്പെട്ട അതിലെ ജവാന്മാർക്കെല്ലാം ഒരു പുത്തൻ ഉണർവ്, ഒരു പുത്തൻ ഊർജം തിരികെ വന്നു. ആ സന്ദർഭത്തിലാണ് എക്കാലത്തെയും ഐക്കോണിക്കായ വാക്യങ്ങൾ നേതാജി അവരോടായി പറയുന്നത്. നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന വാക്യം അവരെ വല്ലാതെ പ്രചോദിപ്പിച്ചു. ജപ്പാന്റെ സഹായത്തോടുകൂടി 1944 നടന്ന ഓപ്പറേഷൻ യൂഗോയിൽ ബ്രിട്ടനെതിരെ അവർ യുദ്ധം ചെയ്തു. മണിപ്പൂരിലും നാഗാലാൻഡിലുമായ നടന്ന ആ യുദ്ധത്തിൽ ആസാദ് ഹിന്ദ് ഫൗജ് പരാജയപ്പെട്ടു. അതിലെ സൈനികരെയെല്ലാം യുദ്ധ തടവുകാരായിട്ട് ബ്രിട്ടൻ പിടികൂടി. അതിനുശേഷമാണ് ജപ്പാനിൽ അമേരിക്ക അണുബോംബ് വർഷിക്കുന്നത്. അതോടുകൂടി ജപ്പാൻ പൂർണ്ണമായി തകർന്നടിഞ്ഞു. അതിനുശേഷമാണ് നേതാജിയുടെ തിരോധാനം വരുന്നത്. അതോടുകൂടി തന്നെ ആസാദ് ഹിന്ദ് ഫൗജിന്റെ പ്രവർത്തനം പൂർണ്ണമായി നിലച്ചു.
അതുവരേക്കും ഇന്ത്യയിലെ ആർക്കും ആസാദ് ഹിന്ദ് ഫൗജിനെ കുറിച്ചോ അതിന്റെ നേതൃസ്ഥാനം നേതാജി ഏറ്റെടുത്തതിനെ കുറിച്ചോ ഒന്നും അറിവില്ലായിരുന്നു. അതിന്റെ കാരണമെന്ന് പറയുന്നത് ആ സമയത്തെല്ലാം ബ്രിട്ടൻ ഇന്ത്യയിലെ പത്രങ്ങളെ പൂർണ്ണമായി നിയന്ത്രിച്ചിരുന്നു. ഇത്തരത്തിലുള്ള വാർത്തകളൊന്നും അങ്ങനത്തെ പത്രങ്ങളിൽ വന്നിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ സാധാരണക്കാരായ ഇന്ത്യക്കാർക്ക് ഇതിനെക്കുറിച്ച് യാതൊരു അറിവുമില്ലായിരുന്നു. എന്നാൽ അതിനുശേഷം വലിയൊരു മണ്ടത്തരം ബ്രിട്ടീഷുകാർ കാണിച്ചു. തങ്ങൾക്കെതിരെ ആരെങ്കിലും വന്നാൽ അവരുടെ അവസ്ഥ ഇതായിരിക്കുമെന്ന് കാണിക്കാനായിട്ട് നേരത്തെ യുദ്ധ തടവുകാരായി പിടികൂടിയ ആസാദ് ഹിന്ദ് ഫൗജിലെ പട്ടാളക്കാരെ പരസ്യ വിചാരണ ചെയ്യാൻ അവർ തീരുമാനിച്ചു. ഓപ്പൺ റെഡ് ഫോർട്ട് ട്രയൽ എന്നാണ് ഈ പരസ്യ വിചാരണ അറിയപ്പെട്ടത്. ഇത് വലിയ രീതിയിൽ വാർത്തയാക്കി ജനങ്ങളിലേക്ക് അവരെത്തിച്ചു. എന്നാൽ അവർ എന്താണോ വിചാരിച്ചത് അതിന് നേർ വിപരീതമായ വികാരമാണ് ഇത് ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയത്. രാജ്യത്തെമ്പാടും പ്രക്ഷോഭങ്ങൾ നടന്നു. ഇതെല്ലാം എങ്ങനെയാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് കാരണമായ 1946 നടന്ന റോയൽ നേവൽ മ്യൂട്ടണിക്ക് കാരണമായത് എന്നതിനെക്കുറിച്ച് നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന്റെ യഥാർത്ഥ ചരിത്രം കൂടുതൽ പേരിലേക്ക് എത്താനായിട്ട് ഈ വീഡിയോ പരമാവധി ആളുകൾക്ക് നിങ്ങൾ ഷെയർ ചെയ്യുമല്ലോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇത്തരം വീഡിയോകൾ കൂടുതൽ പേരിലേക്ക് എത്തുന്നതിന് അത് വളരെ വളരെ അത്യാവശ്യമാണ്. ഒപ്പം തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ തുടർന്ന് വിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. പാർട്ട് 2വിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. തുടർന്നും വീഡിയോകൾ ചെയ്യുന്നതിന് അതൊരുപാട് പ്രചോദനമാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുമല്ലോ. താങ്ക് യു ഫോർ വാച്ചിങ്.